ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോമേഴ്സ് ടിപ്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോ ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Today we will learn about different types of account, that is real account, personal account, nominal account. First we discuss about real account. Real account is a general ledger account that does not close at the end of accounting year, and it deals with material assets of the business. Examples are property, land and building, etc. Real account are considered as permanent account. സോ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ലെഡ്ജർ അക്കൗണ്ടാണ്. അത് ഓരോ വർഷവും ക്ലോസ് ചെയ്യില്ല. എല്ലാ വർഷവും അക്കൗണ്ടിങ് ഇയറിൽ നോർമലി ഐറ്റംസ് എല്ലാം ഓരോ അക്കൗണ്ടിങ് ഇയറിൽ ക്ലോസ് ചെയ്യുന്നു, പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നു, അങ്ങനെയാണ് പോകുന്നത്. ബട്ട് ഈ റിയൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് എന്ത് ചെയ്യില്ല, ഓരോ അക്കൗണ്ടിങ് ഇയറിലും ക്ലോസ് ചെയ്യില്ല. ഈ റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ എല്ലാ ഐറ്റംസും ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. റിയൽ അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് എന്തായിട്ട് റിലേറ്റ് ചെയ്ത് വരും, അസറ്റ്സ് ആയിട്ട്. അതായത് ഫർണിച്ചർ പർച്ചേസ്ഡ്, ലാൻഡ് പർച്ചേസ്ഡ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുമ്പോൾ അതെന്തായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റിയൽ അക്കൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ റിയൽ അക്കൗണ്ട് പെർമനൻറ്റ് അക്കൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജനറൽ ലെഡ്ജർ അക്കൗണ്ടാണ്. അത് ഓരോ വർഷം ക്ലോസ് ചെയ്യില്ല. അസറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. പിന്നെ ഇതെന്ത് അക്കൗണ്ടാണ്, പെർമനൻറ്റ് അക്കൗണ്ടാണ്. ഈ റിയൽ അക്കൗണ്ടിന് ഒരു പർട്ടിക്കുലർ റൂളുണ്ട്. ആ റൂൾസ് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റൂൾസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണെന്ന്. ഈ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. സോ സെക്കൻഡ് വൺ ഈസ് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഈസ് എ ജനറൽ ലെഡ്ജർ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ലെഡ്ജർ അക്കൗണ്ടാണ്. ഈ പേഴ്സണൽ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ഫേം, അസോസിയേഷൻ, ഒരേ കമ്പനി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട്സിനെ യൂഷ്വലി നമ്മൾ എന്ത് പറയും, പേഴ്സണൽ അക്കൗണ്ടാണെന്ന് പറയും. സോ പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് മീൻസ് ബോറോവർ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്, മിസ്റ്റർ എക്സ് അക്കൗണ്ട് ഓർ വൈ അക്കൗണ്ട്, ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് എല്ലാം യൂഷ്വലി എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, പേഴ്സണൽ അക്കൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ പേഴ്സണൽ അക്കൗണ്ട് ഈസ് എ ജനറൽ അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് പേഴ്സൺസ് ലൈക്ക് ഇൻഡിവിജ്വൽസ്, ഫേംസ്, കമ്പനീസ്, എക്സെട്ര. These are related with individual. These accounts are related with individual. For example, debtors, creditors, banks, etc. So third account is nominal account. Nominal accounts are the general ledger account. നോമിനൽ അക്കൗണ്ട്സും ജനറൽ ലെഡ്ജർ അക്കൗണ്ട് തന്നെയാണ്. ആൻഡ് ആർ ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് ഇയർ. ഓരോ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ബട്ട് റിയൽ അക്കൗണ്ട് എന്ത് ചെയ്യില്ല, ഓരോ അക്കൗണ്ടിങ് ഇയറിലും ക്ലോസ് ചെയ്യില്ല. ബട്ട് നോമിനൽ അക്കൗണ്ട് ഓരോ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. ദാറ്റ് മീൻസ് നോമിനൽ അക്കൗണ്ട് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നതാണ്, നോമിനൽ അക്കൗണ്ട്സ് ആർ റിലേറ്റഡ് വിത്ത് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓർ ഗെയിൻസ് ഓർ ലോസസ്. ഇൻകംസ്, ഗെയിൻസ്, എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസസ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ട്സിനെയാണ് യൂഷ്വലി എന്ത് അക്കൗണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നോമിനൽ അക്കൗണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എക്സാമ്പിൾ റെൻറ്റ് അക്കൗണ്ട്, കമ്മീഷൻ റിസീവ്ഡ്, എക്സെട്ര. റെൻറ്റ് റിസീവ്ഡ് ആണ്, റെൻറ്റ് പെയ്ഡ് ഉണ്ടാവും, റെൻറ്റ് റിസീവ്ഡ് ഉണ്ടാവും, റിസീവ് ചെയ്യുമ്പോൾ ഇൻകം ആവും, പേ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആവും. അപ്പോൾ ഓരോ അക്കൗണ്ടും ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ എല്ലാ ഐറ്റംസും ഏത് അക്കൗണ്ടിൽ വരും, നോമിനൽ അക്കൗണ്ടിൽ വരും. നോമിനൽ അക്കൗണ്ട് ഇസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിനെ നമ്മൾ എന്തെന്നും കൂടെ പറയും, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയും. ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. ടെമ്പററി അക്കൗണ്ട് എന്ന് പറയാൻ കാര്യം എന്താ, എല്ലാ ഫിനാൻഷ്യൽ ഇയറോ എല്ലാ അക്കൗണ്ടിങ് ഇയറിലും നമ്മൾ എന്ത് ചെയ്യും, ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. സോ നോമിനൽ അക്കൗണ്ട് എന്താണ്, ഇറ്റ്സ് എ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് ഇയർ. അതുകൊണ്ട് തന്നെ അത് എന്ത് അക്കൗണ്ടാണ്, ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട്. ദീസ് അക്കൗണ്ട് റിലേറ്റ് വിത്ത് ഇൻകം, എക്സ്പെൻസസ് or losses or gains. Example, rent received, commission received, etc. So once again I explained the golden rules of accounting. ഇനി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ അക്കൗണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പേഴ്സണൽ മീൻസ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് മീൻസ് അക്കൗണ്ട് ദാറ്റ് റിലേറ്റ് വിത്ത് അസറ്റ്സ്, നോമിനൽ അക്കൗണ്ട് റിലേറ്റഡ് വിത്ത് ഇൻകംസ് ഓർ ഗെയിൻസ്, എക്സ്പെൻസസ് ഓർ ലോസ്. സോ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ.
റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ടു ദ ബിസിനസ് ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഫ്രം ദ ബിസിനസ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾസ് എന്താണ്? ഇറ്റ് റിലേറ്റ് വിത്ത് എക്സ്പെൻസസ്. സോ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഈ അക്കൗണ്ടിങ് റൂൾസ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ ഗോൾഡൻ റൂൾസ് നന്നായിട്ട് പഠിച്ച് ക്ലിയർ ആയിട്ട് വെക്കുക. അതിനുശേഷം മാത്രം പ്രോബ്ലത്തിലേക്ക് പോകും. നെക്സ്റ്റ് വി ഡിസ്കസ് ഈച്ച് അക്കൗണ്ട് വിത്ത് എക്സാമ്പിൾസ്. സോ ഫസ്റ്റ് റിയൽ അക്കൗണ്ട്. എക്സാമ്പിൾ ഫോർ റിയൽ അക്കൗണ്ട്. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് rupees 5,000. Furniture is an asset. So furniture എന്ന് പറഞ്ഞാൽ അസെറ്റാണ്. അസെറ്റ് ബിലോങ്സ് ടു വിച്ച് അക്കൗണ്ട്? റിയൽ അക്കൗണ്ട്. സോ അസെറ്റ് റിലേറ്റ് ചെയ്ത് വന്നത് റിയൽ അക്കൗണ്ടിലാണ്. സോ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. സോ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ എന്താ? റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് വോട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വോട്ട് ഗോസ് ഔട്ട്. ഇതാണ് അക്കൗണ്ടിങ് റൂള്. അസെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള റൂൾ എന്ന് പറഞ്ഞാൽ അതാണ്. സോ ഇവിടെ ഫർണിച്ചറാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമ്മളെപ്പോൾ എൻട്രി എഴുതുമ്പോഴും നമ്മൾ ബിസിനസ് യൂണിറ്റ് ആയിട്ട് മാറണം. അപ്പോൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ആ ബിസിനസ്സായിട്ട് മാറുകയാണ്. അപ്പോൾ ബിസിനസ് യൂണിറ്റ് നമ്മളായിട്ട് മാറി. സോ ഞാൻ എന്ത് ചെയ്ത്? ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്താണ് റിസീവ് ചെയ്തത്? ദാറ്റ് മീൻസ് ഡെബിറ്റ് വോട്ട് കംസ് ഇൻ. എന്താ വന്നേ? അതിനെ ഡെബിറ്റ് ചെയ്യുക, പോയതിന് ക്രെഡിറ്റ് ചെയ്യുക. വാട്ട് ഗോസ് ഔട്ട്. സോ ഫർണിച്ചർ റിസീവ് ചെയ്തുകൊണ്ടാണ് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റും. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ അവിടെ പോയി? ക്യാഷ് കൊടുത്തു. സോ കംസ് ഔട്ട് ആയത് എന്താണ്? ക്യാഷാണ്. സോ അക്കൗണ്ടിങ് എൻട്രി എന്ത് പറഞ്ഞ്? ഫർണിച്ചറാണ് ചെയ്തത്. ക്യാഷ് എന്ത് ചെയ്ത്? ഗോസ് ഔട്ടായിട്ട് മാറി. സോ എൻട്രി എന്ത് വരും? ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ്. ഇങ്ങനെയാണ് ഒരു എൻട്രി നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഫർണിച്ചറാണ് റിസീവ് ചെയ്തത്, ക്യാഷ് എന്ത് ചെയ്ത്? പോയി. സോ എൻട്രീസ് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ്. സോ നെക്സ്റ്റ് എക്സാമ്പിൾ പേഴ്സണൽ അക്കൗണ്ട്. സോൾഡ് ഗുഡ്സ് ടു നിധി rupees 14,000. സോൾഡ് ഗുഡ്സ് നിധിക്ക് വിറ്റു. സോ ഇത് പേഴ്സണൽ അക്കൗണ്ടാണ്, നിധിയുടെ അക്കൗണ്ടാണ്. സോ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോഴത്തേക്കും റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്. സോ ഇവിടെ ഗുഡ്സ് നിധിക്ക് വിറ്റു. സോ നിധിക്ക് എന്ത് റിസീവ് ചെയ്തു? ഗുഡ്സ് റിസീവ് ചെയ്തു. അപ്പോൾ നമ്മൾ ബിസിനസ് യൂണിറ്റ് ആയിട്ട് മാറുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്ത്? ഗുഡ്സ് വിറ്റു. റിസീവർ ആരാ? നിധി. സോ നിധീനെ റിസീവ് ചെയ്ത നിധീനെ ഡെബിറ്റ് എൻട്രി കൊടുക്കുക. ഗിവർ ദാറ്റ് മീൻസ് സെയിൽ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് എൻട്രി കൊടുക്കുക. ക്ലിയർ ആയോ? സോൾഡ് ഗുഡ്സ് ടു നിധി. നിധിക്ക് ഗുഡ്സ് കിട്ടി. സോ റിസീവർ ആരാണ്? നിധി. എന്താണ് കൊടുത്തത്? ഗുഡ്സ്. സോ സെയിൽസിന് ക്രെഡിറ്റ് എൻട്രി കൊടുക്കുക. ദ നെക്സ്റ്റ് എക്സാമ്പിൾ, നിധി പേയ്സ് ₹14,000 ക്യാഷ്. നിധി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 14,000 ക്യാഷ് പേ ചെയ്തു. സോ എന്താണ് ബിസിനസ്സിന് റിസീവ് ചെയ്തത്? നമ്മളെപ്പോഴും ബിസിനസ് യൂണിറ്റ് ആയിട്ടാണ് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ബിസിനസ് യൂണിറ്റ് ആയിട്ട് മാറണം. സോ നിധി പേയ്സ് ₹14,000 ക്യാഷ്. അപ്പോൾ എന്ത് റിസീവ്? നിധി പേ ചെയ്തു. സോ നമുക്ക് എന്ത് റിസീവ് ചെയ്തു? ക്യാഷിന് ഡെബിറ്റ് എൻട്രി കൊടുത്തു. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയേ? നിധിയുടെ കയ്യിൽ നിന്ന്. സോ നിധിക്ക് എന്ത് കൊടുക്കണം? ക്രെഡിറ്റ് എൻട്രി കൊടുക്കണം. സോ റിസീവർ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവ് ചെയ്തത് ക്യാഷ്, കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്? നിധി. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു നിധീസ് അക്കൗണ്ട്. So next example for nominal account. Nominal account, first example, interest received ₹1,200. interest received ആണ്. സോ നമ്മൾ ബിസിനസ് യൂണിറ്റ് ആയിട്ട് ചിന്തിക്കണം എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ. സോ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ നോക്കുക. ഇൻട്രസ്റ്റ് കിട്ടി, അപ്പോൾ എന്താണത്? ഇൻകം ആണെന്ന് ക്ലിയർ ആയല്ലോ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താണ്? ഇൻകം ആണ്. സോ നമ്മളിവിടെ നോക്കേണ്ടത് റൂള്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് ഇൻകം ആണ്. സോ ഇൻകത്തിന് എപ്പോഴും എന്ത് കൊടുക്കുക? ക്രെഡിറ്റ് എൻട്രി കൊടുക്കുക. സോ അവിടെ കണ്ടോ? ക്യാഷ് റിസീവ് ചെയ്തു. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ്. ഇവിടെ ഇൻകം ആണ്. ഇൻകം ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡിന് എന്ത് കൊടുത്തു? ക്രെഡിറ്റ് എൻട്രി കൊടുത്തു. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ്. നെക്സ്റ്റ് നോക്കിയേ,
പേയ്മെൻറ്റ് ഓഫ് സാലറീസ് ഇൻ ക്യാഷ് ₹12,000. സാലറി കൊടുക്കുമ്പോൾ എനിക്ക് എക്സ്പെൻസാണത്, എൻ്റെ ചിലവാണ്. ഞാൻ ബിസിനസ് യൂണിറ്റായിട്ട് മാറി. സോ ബിസിനസ് യൂണിറ്റിൽ ഞാൻ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോവാണ്. സോ സാലറി ഈസ് ആൻ എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. സോ ഇവിടെ എക്സ്പെൻസ് എന്താണ്? സാലറിയാണ്. അപ്പോൾ സാലറീനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് എൻട്രി കൊടുക്കുക. ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. സോ ടു ക്യാഷ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? ഇതുപോലെയാണ് ജേണൽ എൻട്രീസ് എഴുതുന്നത്. ജേണൽ എൻട്രീസ് എഴുതി ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെയാണ്. സോ ജേണൽ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ റൂൾസ് അറിയണം. സോ ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ജേണൽ എൻട്രീസിൻ്റെ പ്രോബ്ലംസ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.